SDPI ലക്ഷ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. BJPയെ എന്ത് വില കൊടുത്തും മാറ്റി നിർത്തലാണ് അജണ്ട. 100 സീറ്റുകളിലധികം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ പയറ്റാനിരിക്കുന്ന വർഗീയ തന്ത്രം കാലങ്ങളായി പ്രബുദ്ധ കേരളം അനുഭവിച്ചറിഞ്ഞതാണ്. പല മണ്ഡലങ്ങളിലും സമ്മർദ്ദശക്തിയായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഇടത് വലത് മുന്നണികളെ നിയന്ത്രിക്കുന്നുവെന്നത് പച്ച പരമാർത്ഥമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂർ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരു SDPIയുടെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച്, ആവശ്യമനുസരിച്ച്, അവരുടെ പിടിവാശി അനുസരിച്ച്, SDPI നേതൃത്വം പറഞ്ഞതനുസരിച്ച് ആ സ്ഥാനാർത്ഥിയെ രാഖി രാമാനം പാലോട് രവി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ വെട്ടിമാറ്റി. മറ്റ് 2 നേതാക്കളും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ നിലനിൽക്കുമ്പോൾ തന്നെ പാലോട് രവിയെ മാറ്റി പകരം SDPIയുടെ പിന്തുണ കിട്ടുമെന്നുള്ളതിന്റെ പുറത്ത് SDPIയുടെ സ്ഥാനാർത്ഥി, SDPIയുടെ ഏറ്റവും വലിയ ശക്തമായി വാദിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി LDFും UDFും നടത്തുന്ന അപകടകരമായ വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കേട്ടത്. UDFും LDFും രണ്ടല്ല, ഒന്നാണ്. ഇസ്ലാമിക രാഷ്ട്രമാണ് ലക്ഷ്യമെന്ന് പറയുകയും മദ്രസയിൽ പഠിപ്പിക്കുകയും രാഷ്ട്രവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനകൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെയും CPMനെയും ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ സ്ലീപ്പർ സെല്ലുകളാക്കുകയാണോ? ഇവരെ നിയന്ത്രിക്കുന്നതാര്?